ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിട്ടുള്ള പിസ്സ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ പിസ്സയൊക്കെയല്ലേ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വ്യത്യാസമായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ തേച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇളം ചൂടുള്ള വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 1/2 കപ്പ് പാല് നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതും നേരിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇവിടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരല്പം കൂടി ഓയിൽ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മാവൊന്ന് നന്നായിട്ടൊന്ന് പൊന്തി വരട്ടെ, അത് വരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കനില്ലേ, അതിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചിക്കനെല്ലാം പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം തീ ഓഫാക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയോ നുള്ളിയെടുക്കുകയോ ചെയ്യണം. അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിത് 2 വലിയ ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ്, അതായത് ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ചീസ് എടുത്തിട്ടുണ്ട്, ചെഡ്ഡാർ ചീസും മൊസറല്ല ചീസും. അപ്പോൾ നമുക്ക് ആദ്യം ചെഡ്ഡാർ ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 കളറുള്ള ക്യാപ്സിക്കം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം കേട്ടോ. ഇതേപോലെ 3 കളറുള്ള ക്യാപ്സിക്കം തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് 3 കളറുള്ള യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ പിസ്സ ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ, ഞാനിവിടെ കൈകൊണ്ടൊന്ന് നുള്ളിയെടുത്തതാണിത്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ച് വെച്ചതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. നന്നായിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് വിട്ട് വരും. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം.
കുറച്ച് വീതിയിൽ വേണം കേട്ടോ അത് മുറിച്ചെടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്ത ശേഷം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ല അമർന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈകൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവസാനമാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് റോൾ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ റോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവനുള്ളവരാണെങ്കിൽ അവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 170 ഡിഗ്രിയിൽ 10 to 12 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ സൈഡിലും ഞാനൊരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാനാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിത് മറിച്ചിടുന്നില്ല, മറിച്ചിടാതെ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 to 12 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അത്രയും മതിയാവും, പെട്ടെന്ന് തന്നെ ബേക്കാവും. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ, തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പിസ്സ റോള് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സ റോളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടാവുക, എന്താ വെച്ചാൽ ചീസൊന്ന് മെൽട്ടായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കരിഞ്ഞൊന്നും പോവില്ല. അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.